എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ. വാണ്ടേഷൻ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ആയിട്ടുണ്ട്. രണ്ട് എപ്പിസോഡ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് ഒരു എപ്പിസോഡാണ്, അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് റിലീസ് ചെയ്തിരിക്കുകയാണ്. എന്തൊരു മാർക്കറ്റിംഗ് മൈൻഡ് അത്ര തന്നെ. പക്ഷെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ ഓരോ എപ്പിസോഡായിട്ട് വരാൻ പോകുന്നതും ആ ഓരോ എപ്പിസോഡും 1 മണിക്കൂർ കാണും. ആഴ്ചയിൽ ഒരു എപ്പിസോഡ്, അതാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിലപ്പം പറയാൻ പറ്റില്ല, ഇത് സ്ട്രൈക്ക് ആയതുകൊണ്ട് തന്നെ മിക്കവാറും 2 എപ്പിസോഡായിട്ട് ആഴ്ചയിൽ ഇങ്ങനെ റിലീസ് ചെയ്തേക്കാം. പക്ഷെ ഇതെല്ലാം തന്നെ ഒരു എപ്പിസോഡ് തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് ഫുൾ ബ്രേക്ക് ഡൗൺ ആണ്. എപ്പിസോഡ് 1ന്റെയും എപ്പിസോഡ് 2ന്റെയും ഈസ്റ്റർ എഗ്, പിന്നീട് ഹിഡൻ ഡീറ്റെയിൽസ്, പിന്നീട് സീൻ ബൈ സീൻ ബ്രേക്ക് ഡൗൺ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കുറയാനായിട്ടും ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മറക്കാതെ വീഡിയോ അവസാനം വരയ്ക്കും കാണുക. ഫസ്റ്റ് തന്നെ നമുക്ക് മാറൽ ഇൻട്രോ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തേക്കാം. ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ഓരോ ഫേസിലും ഭയങ്കര വ്യത്യാസമായിട്ടുള്ള മാറൽ ഇൻട്രോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു മിക്കവാറും ഫേസ് 4ലും കുറച്ച് വ്യത്യാസം കൊണ്ടുവരുമെന്ന്. പക്ഷെ വളരെ കുറവായി പോയി. അതായത് ഫേസ് 3ൽ നമ്മൾ കണ്ട മാറൽ ഇൻട്രോ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും എൻ ഗെയിമിന്റെ സീക്വൻസ് ഒക്കെ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഓരോ ക്യാരക്ടേഴ്സിനും ആ റിയാലിറ്റിയുടെ കളർ കാണിച്ചിട്ടുണ്ട്. അതായത് വാണ്ട കൊടുക്കുന്ന റിയാലിറ്റിയുടെ കളറും കൂടി കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഫേസ് 4ൽ കൊണ്ടുവന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു ഇൻട്രോ ആയിരിക്കും കൊടുക്കാനായിട്ട് പോകുന്നതും. ഫസ്റ്റ് ഷോട്ടിനെ വാണ്ടയും വിഷനും വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ കാര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഷോട്ട് കണ്ടതിന് ശേഷം എല്ലാവർക്കും ഒരു ഡൗട്ട് വന്ന് കാണും, വിഷൻ എങ്ങനെയാണ് തിരിച്ചു വന്നത്, പിന്നീട് എൻ ഗെയിമിന് ശേഷമാണ് നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് കൊണ്ടുപോയിരിക്കുന്നു ചോദിച്ചാൽ ഇത് വന്നിട്ട് അവരുടെ ഒരു ഐഡിയ ആണ്. അതായത് ഫസ്റ്റ് 3 എപ്പിസോഡ് മുഴുവനായിട്ട് തന്നെ സിറ്റ്കോം സ്റ്റൈലിൽ കാണിക്കണം എന്നുള്ളത് അവരുടെ ഒരു ഐഡിയ ആണ്. ഐഡിയ ആയിട്ട് ഇവിടെ വെച്ച് തന്നെ കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും എപ്പിസോഡ് 4 അല്ലെങ്കിൽ 5 ആകുമ്പോഴത്തേക്കും ബാക്ക് സ്റ്റോറി ആയിട്ട് ഒരു ട്വിസ്റ്റ് അടിച്ച് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളൊരു കാര്യം പറഞ്ഞേക്കാം. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വാണ്ട വന്നിട്ട് തന്റെ പവർ ഉപയോഗിച്ചിട്ട് ഒരു പോക്കറ്റ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ യൂണിവേഴ്സിൽ വന്നിട്ട് നമ്മുടെ വിഷനുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് വാണ്ട. ആ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നതിന് അഗത്ത ഹാർക്നസ് ആണ്. അഗത്ത ഹാർക്നസ് ആരാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ വഴിയെ പറഞ്ഞേക്കാം. ഇതാണ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മൈൻഡ് വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന എല്ലാ എപ്പിസോഡും തന്നെ കണ്ടേക്കാം. അപ്പോൾ എല്ലാ ഡൗട്ടും തന്നെ ക്ലിയർ ആകാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇതിലായിട്ട് വാണ്ടയുടെ ഫുൾ പവറും നമുക്കറിയാത്ത പവർ എല്ലാം തന്നെ വാണ്ടയെ കുറിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്ന ഒരു സീരീസ് തന്നെയാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ഞാൻ റിയാലിറ്റി എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്, പിന്നീട് വിഷൻ എങ്ങനെയാണ് തിരിച്ച് കൊണ്ടുവന്നത്, ഇതൊക്കെ കാണിച്ചിട്ട് പതുക്കെ സിറ്റ്കോം സ്റ്റൈലിലോട്ട് കൊണ്ടുവന്നാൽ പോരായിരുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻസെപ്ഷൻ സിനിമയിൽ ക്രിസ്റ്റഫർ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന്റെ തുടക്കം എവിടെ നിന്നാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ ആ സ്വപ്നം തീരുന്നതും ആ സ്വപ്നത്തെ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാ കാര്യങ്ങളും തന്നെ ഓർമ്മയിൽ കാണും. പക്ഷെ ആ സ്വപ്നം എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയിൽ കാണത്തില്ല. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ആ റിയാലിറ്റിയിലേക്ക് വാണ്ടയെ കാണിക്കുന്നു, അത്ര തന്നെ. അതിനുശേഷം വാണ്ട വിഷനും വന്നിട്ട് ഒരു വീട്ടിലേക്ക് കയറാനായിട്ട് പോകുകയാണ്. വീട്ടിൽ വലിയൊരു ബോർഡിലാണെന്നുണ്ടെങ്കിൽ ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അത് വന്നിട്ട് സോൾഡ് ആക്കി നമ്മുടെ വാണ്ടങ്ങ് മാറ്റും. ഇവിടെ വെച്ചിട്ട് പതുക്കെ വാണ്ടയുടെ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യം നമ്മുടെ അടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം വിഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഡോറിന്റെ അകത്തോട്ട് ഇങ്ങനെ കയറാനായിട്ട് പോകും. പക്ഷെ വിഷൻ കയറും, പക്ഷെ വാണ്ടയെ കൊണ്ട് കയറാൻ പറ്റുമോ? ഇല്ല. ഇത് വന്നിട്ട് സിവിൽ വാറിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷോട്ടിലും. അതേപോലെ വിഷൻ അങ്ങനത്തെ ഒരു പവർ ഉണ്ട്. അതായത് ഡോറ് തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോറ് വഴി അകത്തോട്ട് കയറുക എന്നുള്ളതും. പക്ഷെ വാണ്ടയ്ക്ക് അങ്ങനത്തെ ഒരു പവർ ഇല്ല. പക്ഷെ കോമിക്സിൽ കാണിച്ചിട്ട് മിക്കവാറും ഏതെങ്കിലും ഒരു എപ്പിസോഡ് വെച്ചിട്ട് കാണിച്ചേക്കാം. പക്ഷെ ഇതായിരിക്കും മൂവി സൈഡിലോ അല്ലെങ്കിൽ MCയിലൊന്നും ഇതായിരിക്കും കാണിച്ചിട്ടില്ലല്ലോ. മിക്കവാറും കാണിച്ചേക്കാം, പറയാൻ പറ്റത്തില്ല. അതിനുശേഷം വിഷൻ ആണെന്നുണ്ടെങ്കിൽ അയ്യോ എൻ്റെ കയ്യിൽ ഒരാൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് വാണ്ട എടുത്തിട്ട് അകത്തോട്ടേക്കും കയറുന്നു. വാണ്ട വിഷന്റെ വീട് വന്നിട്ട് 2800 എന്ന് പറഞ്ഞിട്ട് വീട് നമ്പറും കൂടി ഉണ്ട്. 2800 റെഫർ ചെയ്യുന്നത് കോമിക്സ് ഇടയിൽ എർത്ത് 2800 ആണ്. എർത്ത് 616 പോലെ എർത്ത് 2800 കൂടി ഉണ്ട്. മിക്കവാറും ആ എർത്തിൽ സംഭവിക്കുന്ന പോലെ ആയിരിക്കും കാണിക്കുന്നത്. ജസ്റ്റ് എൻ്റെ ഒരു വൈഡ് ഗസ് മാത്രമാണ്. പക്ഷെ അങ്ങനെ ആവത്തില്ല, ജസ്റ്റ് ഒരു റെഫറൻസ് കൂടി മാത്രം ആയിരിക്കാം, അത്ര തന്നെ. പക്ഷെ എർത്ത് 2800 ഉണ്ട്. ഇതിനെ സിംബോളിക്കായിട്ട് റെഫർ ചെയ്യുന്നുണ്ട്. മൾട്ടിവേഴ്സ് വന്നിട്ട് വരാനായിട്ട് പോകുകയാണ്. അവിടെ വെച്ചിട്ട് വാണ്ട വിഷനും വന്നിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവിടെ വെച്ചിട്ട് ടൈറ്റിൽ കാർഡും അങ്ങോട്ട് എഴുതി കാണിക്കണം വാണ്ട വിഷൻ എന്ന് പറഞ്ഞിട്ട്. ടൈറ്റിലും ഉണ്ട് ഒരു ചെറിയൊരു ഈസ്റ്റർ എഗ്. അതായത് ആയിയുടെ അവിടെ വന്നിട്ട് ഒരു മൈൻഡ് സ്റ്റോണും കാണിച്ചിട്ടുണ്ട്. മൈൻഡ് സ്റ്റോൺ പോലെ തന്നെ ഉണ്ട്. അതിന് ചുറ്റും വന്നിട്ട് ഒരു വരാന്ന് വരച്ചിട്ടുമുണ്ട്. ഇത് റെഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാണ്ടയുടെ റിയാലിറ്റിയുടെ അകത്ത് വിഷൻ പെട്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നതും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ മൈൻഡ് സ്റ്റോണിന്റെ പവറും കൂടി ആയിരിക്കാം ആ വരായിട്ട് വന്നിരിക്കുന്നതും. ചിലപ്പം വാണ്ടയുടെ റിയാലിറ്റിയിൽ വിഷൻ പെട്ടിരിക്കുകയാണ്, അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതായിരിക്കും കാണിച്ചിരിക്കുന്നതും. ഇവിടെ വെച്ചിട്ട് വിഷൻ ആണെന്നുണ്ടെങ്കിൽ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് വാണ്ട ആണെന്നുണ്ടെങ്കിൽ ഹൗസ് വൈഫ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു സാധാരണ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ ജീവിതം എങ്ങനെയാണോ അതേപോലെയാണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവിടെ വെച്ചിട്ട് ഇവർ രണ്ടുപേരും വന്നിട്ട് കലണ്ടർ ഒരു ഡേറ്റ് അങ്ങോട്ട് കണ്ടുപിടിക്കുന്നു, ഓഗസ്റ്റ് 23-ാം തീയതി. അത് കണ്ടുപിടിച്ചതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഡേറ്റിൽ ഹാർട്ട് ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ കൂടി കൊടുത്തിട്ടുണ്ട്. 23 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കണം MCയിലുള്ള 23 സിനിമകളാണ് റെഫർ ചെയ്യുന്നുള്ള ഒരു കാര്യം. പിന്നെ അത് മാത്രമല്ല ഓഗസ്റ്റ് 23 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളതും. ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ 8ാമത്തെ മാസം 23ാമത്തെ ഡേറ്റും. 238 ഇഷ്യൂ നമ്പർ അവഞ്ചേഴ്സ് കോമിക് സീരീസിലാണ് വിഷൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്.
കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് മിസ്റ്റർ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വിഷന്റെ ബോസ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഡിന്നറിന് വരാമെന്ന് പറഞ്ഞ ഡേറ്റ് ആണ് 23. സോ അത് മറന്നു പോകാതിരിക്കാനായിട്ട് വിഷൻ തന്നെയാണ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഹാർട്ട്, മിസ്റ്റർ ഹാർട്ട്, മനസ്സിലായോ? സോ അത് വന്നിട്ട് വിഷൻ തന്നെ മറന്നു പോയിട്ടുണ്ട്. ഇവിടെ വാണ്ടാണെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് നമ്മുടെ ആനിവേഴ്സറി ആയിരിക്കുമോ എന്നുള്ള കാര്യം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആനിവേഴ്സറി അല്ല. സോ വിഷൻ വന്നിട്ട് ഓഫീസിലേക്ക് പോയിട്ട് ജോലി ചെയ്യാനായിട്ട് തുടങ്ങി. സോ വിഷന്റെ ജോലി വന്നിട്ട് ടൈപ്പിംഗ് ആണ്. സോ വിഷൻ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡ് ഇങ്ങനെ ടൈപ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന വിഷന്റെ കൂടെയുള്ള ജോലിക്കാരനാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നു, ഡേ നീ എന്താ മെഷീൻ ആണോ ഇത്ര സ്പീഡിൽ ടൈപ്പ് ചെയ്യാനായിട്ട്? അപ്പോൾ വിഷൻ പറയുന്നു, അല്ലല്ല ഞാൻ മെഷീനല്ല, ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ്. നിങ്ങൾക്ക് എങ്ങനെ ഓർഗൻസ് ഒക്കെ ഉണ്ടോ അതേപോലെ എനിക്കും ഉണ്ട്, ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യനാണെന്ന് പറയുന്നു. സോ ഇവിടെ വെച്ച് തന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വിഷനും വാണ്ടയും വന്നിട്ട് വെളിയിലുള്ള ആൾക്കാർക്ക്, അതായത് ഈ റിയാലിറ്റിയിലുള്ള വെളിയിലുള്ള ആൾക്കാർക്ക് വന്നിട്ട് അവരുടെ പവേഴ്സ്, അവരുടെ എബിലിറ്റീസ് എന്താണെന്ന് പറയുന്നില്ല എന്നുള്ളൊരു കാര്യം അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം മിക്ക സ്ഥലങ്ങളിൽ വാണ്ടയും വിഷനും വന്നിട്ട് ഈ ഒരു നിയമം പാലിക്കുന്നുണ്ട്. സോ അവിടെ വെച്ചിട്ടാണ് വിഷന് മനസ്സിലാകുന്നത് ഇന്ന് വിഷന്റെ ബോസായ മിസ്റ്റർ ഹാർട്ട് വന്നിട്ട് വീട്ടിലേക്ക് ഡിന്നറിന് വരാമെന്ന് പറഞ്ഞ ദിവസമാണ്. അതുകൊണ്ടാണ് ആ കലണ്ടർ വന്നിട്ട് മിസ്റ്റർ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് റെഫർ ചെയ്യുന്ന രീതിയിൽ ഒരു ഹാർട്ട് അങ്ങോട്ട് വരച്ച് വെച്ചിരുന്നത്. സോ ഇവിടെ ആണ് വിഷൻ മറന്നുപോയി. സോ വീട്ടിൽ എന്തെങ്കിലും റെഡിയായി കാണുമോ ഇല്ലോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് വിഷൻ ആണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിക്കുന്നു. കാരണം ബോസിനെ ഇംപ്രസ് ചെയ്താൽ മാത്രമേ വിഷന്റെ പ്രൊമോഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആകത്തുള്ളൂ. ഈ സൈഡിൽ വാണ്ട വന്നിട്ട് ആഗ്നസിനെ മീറ്റ് ചെയ്യുന്നു. സോ ആഗ്നസ് വന്നിട്ട് നമ്മുടെ വാണ്ടയുടെ നൈബറാണ്, റൈറ്റ് നൈബർ. ഓക്കെ, അതുകൊണ്ട് കോമഡി ആയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ററാക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. സോ ആഗ്നസ് എന്ന് പറയുന്നത് അഗത്ത ഹാർക്നസ് ആണ്. സോ അത് വന്നിട്ട് ഇവിടെ റിവീൽ ചെയ്തിട്ടില്ല, ട്വിസ്റ്റിനാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ അഗത്ത ഹാർക്നസ് ആണ്. നിങ്ങൾ ആ പേരൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, അഗത്ത AG, ഹാർക്നസ് NESSS. സോ അത് രണ്ടും കൂടി ചേർക്കുമ്പം ആഗ്നസ്. സോ അതാണ് ഇവിടെ പേരായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഒരു വിച്ചാണ് അഗത്ത ഹാർക്നസ്. സോ വിച്ച് വന്നിട്ട് കോമിക്സ് സൈഡിൽ നമ്മുടെ വാണ്ടയുടെ ഒരു മെന്ററായിട്ട് ഇരുന്നിട്ടുണ്ടും ഈ ഒരു റിയാലിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും. സോ അത് വന്നിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എപ്പിസോഡ് 1ലും എപ്പിസോഡ് 2ലും. ഇവിടെ വെച്ചിട്ട് വാണ്ടയും ആഗ്നസും വന്നിട്ട് ഫ്രണ്ട്സ് ആവുന്നു. സോ ഇവിടെ വെച്ചിട്ട് ആഗ്നസ് അങ്ങോട്ട് പറയുന്നു, വാണ്ട നിന്റെ ഹസ്ബൻഡിനെ ഒന്ന് പതുക്കെ ഒന്ന് ഇംപ്രസ് ചെയ്യും, പെട്ടെന്ന് ഒരു കുഞ്ഞുകാലൊക്കെ ഒന്ന് കാണണ്ടെന്നൊക്കെ ചോദിക്കുന്നു. ഇതേപോലെ തന്നെ എപ്പിസോഡ് 2ലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആഗ്നസിന്റെ ആവശ്യമാണ് വാണ്ടയ്ക്ക് കുട്ടികൾ ജനിക്കണം എന്നുള്ളത്. ആ കുട്ടികൾ വെച്ചിട്ട് എന്തൊരു പ്ലാൻ ഉണ്ട് ആഗ്നസിനും, അതൊക്കെ ഞാൻ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പോയിലറായി പോകും. സോ നമുക്ക് വഴി അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ വാണ്ട എന്നിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുകാലം കാണണം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ടും. സോ അത് വന്നിട്ട് എപ്പിസോഡ് 2ല് ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് ഒരു പരസ്യം അങ്ങോട്ട് കാണിക്കും. സാധാരണ TV ഷോസിലെ കാണിക്കുന്ന പോലെ പോത്തീസിന്റെ പരസ്യം പോലെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പോത്തീസിന്റെ പരസ്യം പോലെ കാണിച്ചിരിക്കുന്നത് സ്റ്റാർക്ക് ഇൻഡസ്ട്രി നമ്മുടെ ഹവർഡ് സ്റ്റാർക്ക് റെഡിയാക്കിയ ടോസ്റ്റ് 2000 എന്ന് പറഞ്ഞ ഡിവൈസിനാണ് കാണിച്ചിട്ടുള്ളത്. സോ ഡിവൈസിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ ഡിവൈസിന്റെ വർക്കിംഗ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഡിവൈസ് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ പോകുന്ന പോലെ അങ്ങോട്ട് വരും. പക്ഷെ പൊട്ടത്തില്ല. ഈ പെണ്ണിന്റെ എക്സ്പ്രഷൻ ഒക്കെ കാണുന്ന സമയത്ത് ഇത് മിക്കവാറും ഇപ്പം തന്നെ പൊട്ടിത്തെറിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പൊട്ടിയില്ല. ഇതെന്താണ് റെഫർ ചെയ്യുന്നതെന്ന് വെച്ചാലും വാണ്ട എന്നിട്ട് തൻ്റെ ഫ്ലാഷ് ബാക്ക്, അതായത് ഒരു ബാക്ക് സ്റ്റോറി പറയുന്ന സമയത്ത്, അൾട്ടർനേറ്റീവ് പറയുന്ന സമയത്ത് വാണ്ട ഒരു കാര്യം പറഞ്ഞു കാണാം. അതായത് എൻ്റെ അടുത്ത് വന്നിട്ട് സ്റ്റാർക്ക് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയ ഒരു ന്യൂക്ലിയർ ബോംബ് വന്നിട്ട് വീണായിരുന്നു. സോ ഞാൻ വിചാരിച്ചു മിക്കവാറും അത് പൊട്ടുമെന്ന്. പക്ഷെ അത് പൊട്ടിയില്ല. ഞാൻ നോക്കിക്കൊണ്ടിരുന്നു അതെങ്ങാണ്ട് പൊട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് പൊട്ടിയില്ലായിരുന്നു. സോ അത് വന്നിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് റെഫർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് എപ്പിസോഡിലും ഒരു പരസ്യം കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഒരു 3 എപ്പിസോഡിലും അടുത്ത 3ാമത്തെ എപ്പിസോഡ് മിക്കവാറും പരസ്യം കാണിച്ചേക്കാം, ചാൻസസ് ഉണ്ട്. ഏതെങ്കിലും ഒരു പരസ്യം കാണിച്ചേക്കാം. സോ അടുത്ത പരസ്യത്തിലും ഒരു ചെറിയൊരു ഈസ്റ്റർ എഗ്, ചെറുതല്ല കുറച്ച് വലിയൊരു ഈസ്റ്റർ എഗ് തന്നെ ഉണ്ട്. സോ ഒന്ന് വെയിറ്റ് ചെയ്യുക ഫ്രണ്ട്സ്, വഴിയെ ഡിസ്ക്രൈബ് ചെയ്തേക്കാം. അടുത്തത് വിഷൻ ആണെന്നുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. സോ വിഷന്റെ പുറകെ തന്നെ വിഷന്റെ ബോസിന്റെ വൈഫും വന്നിട്ടുണ്ട്. സോ വിഷൻ ആണെന്നുണ്ട് വാണ്ടയ്ക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വാണ്ട അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാണ്ട ആണെന്നുണ്ട് വിഷൻ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, ഒരു ആനിവേഴ്സറി സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് വിഷൻ ആണെന്ന് വിചാരിച്ചിട്ട് വിഷന്റെ ബോസിന്റെ കണ്ണ് തന്നെ അടച്ചു വെക്കുന്നു. സാരാണെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് വിഷൻ ആണെന്നുണ്ടെങ്കിൽ വാണ്ട നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് വാണ്ടയ്ക്ക് മനസ്സിലാവുന്നു ഇത് വിഷൻ അല്ല, ഇത് വേറെ ആരോ ആണെന്നുള്ളൊരു കാര്യം. പെട്ടെന്ന് അങ്ങോട്ട് ഈ ബോസ് ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് നീ എന്താ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്, നീ ആരാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്ത് വിഷൻ ആണെന്നുണ്ടെങ്കിൽ പറയുന്നു, അല്ലല്ല ഒന്നും ക്ഷമിക്കണം, സൊക്കോയുടെ കൾച്ചർ വന്നിട്ട് ഇങ്ങനെയാണ് ഗസ്റ്റിനെ വെൽക്കം ചെയ്തത്. പിന്നെ സൊക്കോയുടെ കൾച്ചർ അനുസരിച്ചാണ് ഇവളും ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നു. സോ സൊക്കോവി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാണ് വാണ്ട ജനിച്ച വളർന്ന ഒരു സ്ഥലമാണ്. സോ ഇവിടെ വെച്ചിട്ട് ബോസിന്റെ വൈഫ് വന്നിട്ട് സമാധാനപ്പെടുന്നു. അപ്പോൾ വാണ്ട പറഞ്ഞു, ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല, ഞാൻ വിചാരിച്ചു നമ്മുടെ ആനിവേഴ്സറി ഡേറ്റ് ആയിരിക്കുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിരുന്നത്. പക്ഷേ ഞാൻ വിചാരിക്കാത്ത കാര്യമാണ് ഇതിൻ്റെ ബോസ് ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഡിന്നറിന് വരാൻ പോകുന്ന ദിവസമാണെന്നുള്ളൊരു കാര്യം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാനിപ്പോൾ വന്നിട്ട് നമുക്ക് 2 പേർക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഡിന്നറാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ വിഷൻ പറയുന്നു, ഇല്ല നിനക്ക് ഞാൻ കുറച്ച് സമയം തരാം, ഞാൻ ആ സമയത്തിനുള്ളിൽ ബോസിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. നീ ആ സമയത്തിനുള്ളിൽ ഡാർലിംഗ് നീ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്ക്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്ക്, നിന്നെക്കൊണ്ട് പറ്റുമെന്ന് പറയുന്നു. ആ സമയത്ത് വാണ്ടാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കാനായിട്ട് നോക്കണം. സോ സ്പീഡ് ഉണ്ടാക്കാനായിട്ട് തൻ്റെ പവർ ഉപയോഗിക്കുന്ന സമയത്ത് പവർ ഉണ്ട് കുറച്ച് ഓവറായി പോയി. സോ ഓവറായി പോയത് കൊണ്ട് തന്നെ ആ ചിക്കനിലിട്ട് കരിഞ്ഞു പോകും.
അതിനുശേഷം അയ്യോ ഇത് വന്നിട്ട് ഓവറായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കുറയ്ക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയിട്ട് അത് മുട്ടയായിട്ട് തന്നെ മാറും. ചിക്കൻ്റെ മുമ്പത്തെ സ്റ്റേജ് മുട്ടയല്ലേ, സോ മുട്ടയായിട്ട് തന്നെ അതങ്ങ് മാറും. സോ ഇവിടെ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് റെഫർ ചെയ്യുന്നുണ്ട്. വാണ്ടയുടെ പവർ എന്നിട്ട് ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. വാണ്ട തന്റെ പവർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്താലും അത് എന്നിട്ട് ഓവർ ആയിക്കൊണ്ടേ ഇരിക്കണം, ഇരട്ടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യം റെഫർ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് ആഗ്നസ് അങ്ങോട്ട് എൻ്റർ ആവുന്നു. സോ ആഗ്നസിന് ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. പക്ഷേ ആഗ്നസ് ആണെന്നുണ്ടെങ്കിൽ മെനു ഒക്കെ കൊണ്ടുവന്നിരിക്കണം. സോ ആഗ്നസ് ഇവിടെ വെച്ചിട്ട് ഡയലോഗ് പറയും, നിനക്കൊന്നിട്ട് ഒറ്റ സ്നാപ്പിൽ തന്നെ എല്ലാ ഡിന്നറും അങ്ങോട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് ഹാൻഡാണ് സ്നാപ്പ് ചെയ്യുന്നത്. സോ റെഫർ ചെയ്യുന്നത് നമ്മുടെ താനോസിന്റെ സ്നാപ്പ് തന്നെയാണ് ഫ്രണ്ട്സ്. സോ താനോസിന്റെ സ്നാപ്പ് കാരണം നമ്മുടെ വാണ്ട വന്നിട്ട് ഡസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതിന് മുമ്പ് വിഷൻ ആണെന്നുണ്ടെങ്കിൽ മരിച്ചും പോയിട്ടുണ്ട്. സോ അവിടെ നിന്നിട്ടാണ് വാണ്ടയുടെ വൈരാഗ്യം, വാണ്ടയ്ക്ക് ജീവിക്കണം, വാണ്ടയുടെ നഷ്ടപ്പെട്ട ജീവിതം ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങിയത്. സോ കറക്റ്റായിട്ട് അത് വന്നിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് റെഫർ ചെയ്യുന്നുണ്ട്. സോ അവസാനം എങ്ങനെയൊക്കെ ഡിന്നറൊക്കെ റെഡിയായി. സോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോസിന്റെ വൈഫ് അങ്ങോട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞോ? നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തുകൊണ്ട് റിങ്സ് ഒന്നും കാണുന്നില്ല? പിന്നീട് ഇത്രയും ദിവസം കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് കുട്ടികളൊന്നും ജനിക്കുന്നില്ല എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചോദിക്കുന്നു. സോ എങ്ങനെ മലയാളികളൊക്കെ ചോദിക്കുന്ന പോലെ ഇവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വാണ്ട എങ്ങനെയെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. നമ്മുടെ വിഷൻ എന്നുണ്ടെങ്കിൽ എന്ത് പറയണം എന്നറിയാതെ വീണ്ടും കൺഫ്യൂഷൻ അടിച്ചിരിക്കണം. അവർ വന്നിട്ട് വീണ്ടും ചോദിക്കാനായിട്ട് തുടങ്ങി, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങൾ എന്തിനാണ് വന്നത്, നിങ്ങൾ എന്തിനാണ് വന്നത്, നിങ്ങൾ എന്തിനാണ് വന്നത്, നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം. ഇത് കേട്ടിട്ട് വാണ്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം കയറി. സോ ചോദ്യം ചോദിക്കാതെ ഇരിക്കാനായിട്ട് വാണ്ട ഒരു കാര്യം അങ്ങോട്ട് ചെയ്യുവാണ്. മിസ്റ്റർ ഹാർട്ടിന്റെ തൊണ്ടയിൽ വന്നിട്ട് കഴിക്കുന്ന ആഹാരം എന്തോ പെട്ടിരിക്കുന്ന പോലെ മാറ്റുന്നു. ആ സമയത്ത് മിസ്റ്റർ ഹാർട്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കണം. സോ മിസ്റ്റർ ഹാർട്ടിന്റെ വൈഫ് മിസ്സസ് ഹാർട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് നോക്കി പറഞ്ഞുകൊണ്ടിരിക്കണം. സോ പതുക്കെ നേരെ വാണ്ടയുടെ മുഖത്തൊക്കെയാണ് പറയാനായിട്ട് തുടങ്ങും. സ്റ്റോപ്പ് ഇറ്റ് വാണ്ട എന്ന് പറയത്തില്ല, സ്റ്റോപ്പ് ഇറ്റ് എന്ന് മാത്രം പറയത്തുള്ളൂ. ആ സമയത്ത് വാണ്ട എന്നുണ്ടെങ്കിൽ വിഷൻ്റെ അടുത്ത് കുറച്ചൊന്ന് ദേഷ്യപ്പെട്ടിട്ട്, അതായത് ഇപ്പം എന്ത് പറയാനായിട്ടാണ്, പ്രേതം കയറുന്ന സമയത്ത് ഒരു സ്വഭാവം മാറത്തില്ല, അതേപോലെ വാണ്ടയ്ക്ക് ഒരു സ്വഭാവം മാറിയിട്ട് വിഷൻ്റെ അടുത്തങ്ങ് പറയണം, വിഷൻ ഹെൽപ്പ് ഹിം എന്ന് പറയുന്നു. സോ വിഷൻ വന്നിട്ട് തന്റെ പവർ ഉപയോഗിച്ചിട്ട് ആ തൊണ്ടയിൽ പെട്ടിരിക്കുന്ന സാധനത്തിനങ്ങ് എടുത്ത് മാറ്റുന്നു. ഇവിടെ വെച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അറിഞ്ഞൂടാ. പക്ഷെ ആ സമയത്ത് ഇവരാണെന്നുണ്ടെങ്കിൽ പറയാണ്, ഓ എനിക്ക് സമയമായി, ഞാൻ ഇവിടെ നിങ്ങോട്ട് ഇറങ്ങുവാണെന്ന് പറഞ്ഞിട്ട് അവരെന്നിട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങി. ആ സമയത്ത് മിസ്റ്റർ ഹാർട്ടാണെന്നുണ്ടെങ്കിൽ വിഷനെ കണ്ടിട്ട്, വിഷൻ ഐ എം വെരി പ്രൗഡ് ഓഫ് യു സൺ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷൻ ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ ഹാർട്ടിന്റെ മനസ്സിൽ വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് വിഷനാണ് തന്നെ രക്ഷപ്പെടുത്തിയത്, ഒരു അപകടത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് വിഷനാണ് എന്നുള്ളത് വിചാരിച്ചിട്ട് വിഷൻ അങ്ങോട്ട് പ്രൊമോഷൻ കൊടുക്കുകയാണ്. ലൈറ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംപ്രസ് ആയി അത്ര തന്നെ. സോ ഇവിടെ വെച്ചിട്ട് വിഷനും വാണ്ടയും ഒന്നിച്ചകണ്ടിരിക്കുന്നു. ഇവിടെ വെച്ചിട്ട് വാണ്ട പറയുന്നു, ഇനി അവർ പറഞ്ഞത് കേട്ടില്ലേ, നമുക്ക് വന്നിട്ട് പ്രത്യേകിച്ച് വെഡിങ് റിങ്സ് ഒന്നും ഇല്ല, അത് മാത്രമല്ലാതെ ഫാമിലി സോങ്ങും ഇല്ല എന്ന് പറയുന്നു. ആ സമയത്ത് വിഷൻ അങ്ങോട്ട് പറയുന്നു, സോങ്ങിനെ കുറിച്ച് ഇനി പേടിക്കണ്ട, പക്ഷേ റിംഗ് ആണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞിട്ട് വാണ്ടാണെന്നുണ്ടെങ്കിൽ തന്റെ പവർ ഉപയോഗിച്ചിട്ട് റിങ്ങിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അതിനുശേഷം വാണ്ടയും വിഷനും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു. ഇവിടെ വിഷൻ ഇട്ടിരിക്കുന്ന ടൈൽ വന്നിട്ട് ഒരു സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. ആ സിമ്പിൾ വന്നിട്ട് ഒരു ബോക്സിനകത്ത് 2 ഡോട്ട് കാണിച്ചിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ബോക്സിന്റെ വെളിയിലും 2 ഡോട്ട് കാണിച്ചിട്ടുണ്ട്. സോ ബോക്സിനകത്തുള്ള 2 ഡോട്ട് വന്നിട്ട് വാണ്ട വിഷൻ അവരാണ് റെഫർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു റിയാലിറ്റിയുടെ അകത്ത്, ഒരു പോക്കറ്റ് യൂണിവേഴ്സിന്റെ അകത്ത് വന്നിട്ട് അവരിപ്പോൾ ഉണ്ട്. അതേസമയത്ത് ബാക്കി 2 ഡോട്ട് കാണിച്ചിരിക്കുന്നത് വെളിയിലുള്ള റിയൽ റിയാലിറ്റി, ഇവരുടെ ഒറിജിനൽ റിയാലിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ സിംബോളിക്കായിട്ട് വിഷന്റെ ടൈൽ വന്നിട്ട് ചെറുതായിട്ടൊന്ന് റെഫർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ വെച്ചിട്ട് ഫസ്റ്റ് എപ്പിസോഡ് അങ്ങോട്ട് തീരുന്നു. സോ തീരുവാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാണ്ടാവിഷൻ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡല്ല, വാണ്ടാവിഷൻ സീരീസിന്റെ അകത്തുള്ള റിയാലിറ്റിയുടെ അകത്തുള്ള സിറ്റ്കോം സ്റ്റൈലിന്റെ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വെച്ചിട്ട് അങ്ങ് തീരുന്നു. ഞാനിപ്പോൾ എന്താണ് പറഞ്ഞെന്നുള്ളൊരു കാര്യം കണ്ടവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഇല്ലാത്തവർക്ക് ചെറിയ ഡൗട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ കാരണം അത്രയും സ്പീഡിലാണ് പറഞ്ഞു പോയത്. സോ ആ ഒരു എപ്പിസോഡ് വന്നിട്ട് ടി വിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ സോഡ് ഏജൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ സോഡ് ഏജൻസ് ആണെന്നുള്ളൊരു കാര്യം എന്താണ് ഇത്രയ്ക്ക് ഉറപ്പിച്ച് പറയുന്നത് ചോദിച്ചാലും ഇവിടെ ഈ സിമ്പിൾ കണ്ടില്ലേ, സോ സിമ്പിൾ ഉണ്ട്, സോഡ് ഏജൻസിന്റെ സിമ്പിളാണ്. സോ അതുകൊണ്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ എപ്പിസോഡ് 2 ഒരുപാട് സ്ഥലത്ത് കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുടെ കൈ നോക്കുന്ന സമയത്ത് ഏകദേശം ഡാർസിയുടെ കൈ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഡാർസി ആയിരിക്കും ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതെങ്ങനെ വാണ്ട ക്രിയേറ്റ് ചെയ്ത് റിയാലിറ്റിയുടെ അകത്ത് സംഭവിക്കുന്ന കാര്യം വാണ്ട ഇങ്ങനെ പബ്ലിക്കായിട്ട് എല്ലായിടത്തും കാണിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല. പക്ഷെ എന്നാലും ഇവിടെ വാണ്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റിയാലിറ്റി വന്നിട്ട് സിറ്റ്കോം സ്റ്റൈലാണ്. സോ മേ ബി ആ സിറ്റ്കോം സ്റ്റൈൽ വന്നിട്ട് വെളിയിലേക്ക് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഗത്ത ഹാർനസ് കൂടി ആയിരിക്കാം, പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്തായാലും നമുക്ക് എപ്പിസോഡ് 4, 5 വന്നാൽ മാത്രമേ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതോടെ എപ്പിസോഡ് 1 അങ്ങോട്ട് തീരുന്നു. ഇനി നമുക്ക് എപ്പിസോഡ് 2 അങ്ങോട്ട് കിക്ക് ഓഫ് ചെയ്യാം. സോ ഫസ്റ്റ് ഷോട്ടിൽ വാണ്ടയും വിഷനും വന്നിട്ട് സെപ്പറേറ്റ് ബെറ്റി കിടക്കണം. ആ സമയത്ത് വാണ്ടയാണെന്നുണ്ടെങ്കിൽ തന്റെ പവർ ഉപയോഗിച്ചിട്ട് ലൈറ്റിനെ സ്വിച്ച് ഓണും സ്വിച്ച് ഓഫും ചെയ്യുന്നു. ആ സമയത്ത് വിഷൻ പറയുന്നു, ഇല്ല വേണ്ട, നീ നിന്റെ പവർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ പോയിട്ട് ലൈറ്റിനെ സ്വിച്ച് ഓഫ് ചെയ്യുന്നു പറഞ്ഞിട്ട് ലൈറ്റിനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോകുന്ന സമയത്ത് വിൻഡോ വരെ ഒരു ട്രീ കിടന്നിങ്ങനെ ആടുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അത് വന്നിട്ട് വിഷൻ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സംശയം, ഇതെങ്ങനെ ഇവിടെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം. ആ സമയത്ത് വാണ്ടയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചളി അങ്ങോട്ട് അടിക്കുന്നു.
അതായത് നീ എന്താ നൈറ്റ് വിഷൻ യൂസ് ചെയ്യുന്ന വിഷൻ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ചളി അടിക്കുന്നു. പക്ഷേ എത്ര ചളി അടിച്ചാലും അവിടെ ചിരിക്കാനായിട്ട് ഓഡിയൻസ് ഉറപ്പായിട്ടും കാണും. സോ ഓഡിയൻസിന്റെ ചിരി കേട്ടിട്ട് ഞാനും ചിരിച്ചു ഈ ഒരു ചളി കോമഡിക്ക്. സോ അതാണ് സിറ്റ്കോമിന്റെ പ്രത്യേക ഒരു സ്റ്റൈൽ. എത്ര ചളി അടിച്ചാലും ആ ചളി കേട്ട് ചിരിക്കാനായിട്ട് കുറച്ച് ഓഡിയൻസ് കാണും. സോ ഓഡിയൻസിന്റെ ചിരി കേൾക്കുമ്പോൾ തന്നെ നമ്മളും ഒന്ന് ചിരിച്ചു പോകും. സോ അതുകൊണ്ട് ഇവിടെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാനും ഈ ഒരു കോമഡിക്ക് ചെറുതായിട്ടൊന്ന് ചിരിച്ചായിരുന്നു. പക്ഷെ വാണ്ട ഇവിടെ പറഞ്ഞത് ചളിയാണെന്നുണ്ടെങ്കിലും അതിനായിട്ട് ഒരു അർത്ഥമുണ്ട്. അതായത് വിഷന് നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞൊരു പവർ എബിലിറ്റി ഉണ്ട് കോമിക്സിലും, പക്ഷെ എംസിൽ ഇതായിരിക്കും കാണിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് സീരീസിൽ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് റെഫർ ചെയ്തിട്ടുണ്ട്. സോ നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞ പവർ വന്നിട്ട് നമ്മുടെ വിഷന് ഉണ്ട്. പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു. ആ സൗണ്ട് കേട്ടിട്ട് വിഷൻ പേടിച്ചിട്ട് പെട്ടെന്ന് ബെഡിലേക്ക് വന്ന് കിടക്കണം. ആ സമയത്ത് വാണ്ട പറയുന്നു ആ സൗണ്ട് എവിടെ നിന്നാണ് വന്നെന്നുള്ള കാര്യം നമ്മൾ ആരെങ്കിലും ഒരാൾ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാണ്ടാണെന്നുണ്ടെങ്കിൽ ആ കട്ടൻസ് അങ്ങോട്ട് നീക്കുന്ന സമയത്ത് ആ സൗണ്ട് ഇല്ലാതെ അങ്ങ് പോകുന്നു. സോ ഇവിടെ ആ സൗണ്ട് എവിടെ നിന്നാണ് വന്നത്, അത് എങ്ങനെയാണ് വന്നതെന്നുള്ളൊരു കാര്യം നമുക്കും പറഞ്ഞൂടാ, വാണ്ടയ്ക്കും പറഞ്ഞൂടാ, വിഷനും പറഞ്ഞൂടാ. സോ വാണ്ട ഇവിടെ തന്റെ പവർ ഉപയോഗിച്ചിട്ട് ആ 2 ബെഡും, അത് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന 2 ബെഡും ഒരുമിച്ചാക്കിയിട്ട് അവരുടെ ജോലി അവർ ചെയ്യാനായിട്ട് തുടങ്ങി. അടുത്തത് വന്നിട്ട് വാണ്ട വിഷൻ ഇൻട്രോ ക്രെഡിറ്റ്സിനാണ്. ഒരു ആനിമേഷൻ സ്റ്റൈലാണ് കാണിച്ചിരിക്കുന്നത്. ഈ സ്റ്റൈൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാക്ക്ഗ്രൗണ്ട് സോങ് തന്നെയാണ്. കാരണം അത്രയും പൊളിച്ചടിക്കുന്നതിന് പറയണം ആ ഒരു പാട്ട് ഇപ്പോഴും മൈൻഡിൽ കിടന്ന് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ റിംഗ്ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ നോക്കട്ടെ. ഇപ്പോൾ വന്നിട്ട് ഈ ഒരു ആനിമേഷൻ സീക്വൻസിൽ വന്നിട്ട് നമ്മുടെ വിഷൻ ആണെന്നുണ്ടെങ്കിൽ തന്റെ പവർ ഉപയോഗിച്ചിട്ട് ഓരോ റൂം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം. ഡോർ വഴി പോകാതെ വാൾ വരെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം. ആ സമയത്ത് ബാത്റൂം എത്തുന്ന സമയത്ത് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം റൂം എത്തുന്ന സമയത്ത് ഡ്രസ്സൊക്കെ അങ്ങ് മാറുന്നു. താഴോട്ട് പോകാനായിട്ട് ലിഫ്റ്റോ സ്റ്റെയർ കേസോ ഒന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ അങ്ങ് താഴോട്ടൊക്കെ പോകുന്നു. സോ ആ സമയത്ത് വന്നിട്ട് ഇതിന്റെ സൈഡിലായിട്ട് ഗ്രിം റിപ്പറിന്റെ ഹെൽമെറ്റ് കാണിച്ചിട്ടുണ്ട്. സോ ഗ്രിം റിപ്പറോ അതാരാടാന്ന് ചോദിച്ചാൽ കോമിക്സ് സൈഡിൽ ഗ്രിം റിപ്പർ വന്നിട്ട് വിഷന്റെ മെയിൻ വില്ലനാണ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലനാണ്. സോ എനിക്ക് തോന്നുന്നു മിക്കവാറും വാണ്ട വിഷൻ സീരീസിലും ഗ്രിം റിപ്പർ തന്നെ വില്ലനായിട്ട് വരാമെന്ന് ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഇവിടെ ചെറിയ ടീസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പക്ഷേ മെഫിസ്റ്റോ ആണ് വില്ലനായിട്ട് വരാൻ പോകുന്നുള്ള ഒരു കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ മെഫിസ്റ്റോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടീസിങ് ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ല. ജസ്റ്റ് നമുക്ക് ഇതായിരിക്കും അറിയാനുള്ള കാര്യം അഗത ഹാർനസ് ആണ് വില്ലനായിട്ട് വരാൻ പോകുന്നുള്ള ഒരു കാര്യം. സോ ആഗ്നസിനെ കാണിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഗ്രിം റിപ്പറിന്റെ ഹെൽമെറ്റും കാണിച്ചിട്ടുണ്ട്. സോ ചിലപ്പം ഗ്രിം റിപ്പർ ആയിരിക്കാം ഹെൽപ്പ് ചെയ്യുന്നതും. ഇല്ലാന്നുണ്ടെങ്കിൽ മെഫിസ്റ്റോ വന്നിട്ട് ആഗ്നസിനെ ഹെൽപ്പ് ചെയ്യും, ആഗ്നസ് വന്നിട്ട് നമ്മുടെ വാണ്ട ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ആഗ്നസ് തന്നെയായിരിക്കും മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് 4 ഉം 5 ഒക്കെ വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ ഫ്രണ്ട്സ്. ഇവിടെ വന്നിട്ട് വാണ്ട സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ 2 ബോർഡിൽ വന്നിട്ട് ഒരു ബോഡി ബോവാന്നും പറഞ്ഞിട്ടും എഴുതിയിട്ടുണ്ട്, മറ്റൊരു ബോർഡിലാണെന്നുണ്ടെങ്കിൽ ആൻഡ് ഏസ് എന്ന് പറഞ്ഞിട്ടും എഴുതിയിട്ടുണ്ട്. സോ ആൻഡ് ഏസ് ആരാന്ന് വെച്ചാൽ നമ്മുടെ അഗത ഹാർനസ്, അതിനാണ് റെഫർ ചെയ്യുന്നത്. കാരണം കോമിക് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് വന്നിട്ട് നമ്മുടെ അഗത ഹാർനസിന് വിളിക്കുന്നത് ആൻഡ് ഏസ് എന്നാണ്. സോ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പൂച്ചയുടെ പിക്ചറും കാണിച്ചിട്ടുണ്ട്. സോ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അഗത ഹാർനസ് വന്നിട്ട് കോമിക് സൈഡിൽ ഒരു സമയത്ത് പൂച്ചയായിട്ട് മാറിയിട്ടുണ്ട്. സോ അതിനായിരിക്കും ഇവിടെ ചെറുതായിട്ടൊന്ന് റെഫർ ചെയ്യുന്നത്. സോ ഇത് വെച്ച് നമുക്ക് ഉറപ്പിക്കാം അഗത ഹാർനസ് ആണ് ആഗ്നസ്, ആഗ്നസ് ആണ് അഗത ഹാർനസ്, അഗത ഹാർനസ് ആണ് വില്ലനായിട്ട് വരാൻ പോകുന്നുള്ള കാര്യം. അടുത്ത ബോവ എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ വാണ്ടയുടെ നേഴ്സാണ്. ഒരു പശു പോലെ ആയിരിക്കും ഇരിക്കുന്നത്, ഒരു മ്യൂട്ടന്റ് ആണ്. സോ നേഴ്സായിട്ടും ഇരുന്നിട്ടുണ്ട്. സോ മിക്കവാറും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമായിരിക്കാം. അടുത്ത ദിവസം രാവിലെ വിഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഷോയിൽ മാജിക് കാണിക്കാനായിട്ട്. ആ സമയത്ത് ക്യാബിനറ്റ് ഓഫ് മിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാണ്ടെ വിളിക്കുന്നു. സോ വാണ്ട ഒരു ബോക്സിനെ കൊണ്ടുവന്ന് നിർത്തുന്നു. അതാണ് ക്യാബിനറ്റ് ഓഫ് മിസ്റ്ററി. സോ ബോക്സിന്റെ ഫ്രണ്ട് വന്നിട്ട് മൈൻഡ് സ്റ്റോണിന്റെ ഡിസൈൻ അങ്ങ് വരച്ചിട്ടുണ്ട്. സോ അത് കാണാനായിട്ട് കൊള്ളാൻ വരുന്നത് ജസ്റ്റ് ഒരു ചെറിയൊരു ഈസ്റ്റർ എഗ്. സോ ബോക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അയാൾ വന്ന് ഡിസപ്പിയർ ആയി പോകും. അതേസമയത്ത് തന്നെ ഇപ്പൊ ഇല്ലാത്ത ഒരാൾ വന്നിട്ട് അപ്പിയർ ആയി പോകും. സോ അതാണ് ആ ബോക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ വന്നിട്ട് വാണ്ട ആ ബോക്സിനകത്ത് കയറിയതിനു ശേഷം വിഷം വന്നിട്ട് പറയുന്നു ആബ്ര കട്ടാബ്ര എന്ന് പറഞ്ഞ സമയത്ത് വാണ്ടയെ കാണുന്നില്ല. ഇതാണ് എല്ലാ മാജിക് ഷോയിലും കാണിക്കുന്ന ഒരു മാജിക് ആണ്. പക്ഷേ മാജിക്കിന്റെ ട്രിക്ക് എന്താണെന്ന് ഇവിടെ വാണ്ട നമ്മുടെ കാണിച്ച് തന്നിട്ടുണ്ട്. അതായത് വാണ്ട ഒരു പ്ലേവുഡ് തിരിച്ചിട്ട് നേരെ വന്ന് നിൽക്കും. സോ ഇപ്പൊ നമുക്ക് മനസ്സിലായി ഒരു പ്ലേവുഡ് ഈ ബോക്സിന്റെ ഇടയ്ക്കുണ്ട്. ആ പ്ലേവുഡിന്റെ അപ്പുറത്താണെന്നുള്ള ഒരു സ്പേസും ഉണ്ട്. സോ ആ സ്പേസിൽ വന്നിട്ട് ഇവരൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. സോ ഇവിടെ വന്നിട്ട് വാണ്ട ആ മാജിക്കിന്റെ ട്രിക്ക് എന്താണെന്ന് നമുക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. സോ താങ്ക്സ് വാണ്ട. സോ ഇവിടെ വന്നിട്ട് വാണ്ട വേറൊരു കാര്യം കൂടി പറയും വിഷന്റെ അടുത്ത്, നീ എന്ത് മാജിക് കാണിച്ചാലും ആ മാജിക്കിന്റെ ട്രിക്ക് എന്താണെന്നുള്ളൊരു കാര്യം ഇവിടുത്തെ ഓഡിയൻസിന് നീ കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റായിട്ടൊന്ന് വിചാരിച്ച് പോകും. അതുകൊണ്ട് തന്നെ എന്ത് മാജിക് കാണിച്ചാലും ഒരു ട്രിക്ക് നീ കാണിക്കണം എന്നുള്ള കാര്യം ഭയങ്കര സിംബോളിക്കായിട്ട് പറയണം. സോ അതിനുശേഷം വിഷൻ ആണെന്നുണ്ടെങ്കിൽ പബ്ലിക് ലൈബ്രറിയിലേക്ക് പോകുന്നു. അതേസമയത്ത് വാണ്ട ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നു. ഇവിടെ വെച്ചിട്ട് വാണ്ട ഒരു സൗണ്ട് കേൾക്കുന്നു. സൗണ്ട് എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിൽ വെളിയിലേക്ക് പോയി നോക്കുന്ന സമയത്താണ് ഒരു ചെറിയൊരു ഹെലികോപ്റ്റർ വന്ന് കിടക്കുന്നത്. സോ ചെറിയൊരു ഹെലികോപ്റ്റർ മാത്രം കളറായിട്ടുണ്ട്. അതേസമയത്ത് ചുറ്റുപാട് മുഴുവനും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഉള്ളത്. ഇതെന്താണ് മീൻ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഒരു വെളി ലോകത്ത് നിന്ന് വന്നിട്ടുള്ള ഹെലികോപ്റ്ററാണ്. ഈ റിയാലിറ്റിയിലുള്ള ഹെലികോപ്റ്റർ വെളിയിൽ നിന്ന് വന്നിട്ടുള്ള ഹെലികോപ്റ്റർ ആണ്. ഇത് വന്നിട്ട് സോഡിന്റെ ഹെലികോപ്റ്റർ ആണ്. ഇവിടെ സോഡിന്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ റിയാലിറ്റിയിലേക്ക് എൻ്റർ ആകുന്നതിന് മുമ്പ് വരെയും ഇത് വലിയ ഹെലികോപ്റ്റർ ആയിരുന്നു. പക്ഷേ റിയാലിറ്റിയിലേക്ക് എൻ്റർ ആയതിനു ശേഷം അതുകൊണ്ട് ചെറിയൊരു ഹെലികോപ്റ്ററായി മാറിയിരിക്കണം. സോ ഹെലികോപ്റ്ററിൽ ആരാണ് വന്നെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. ഞാൻ അത് ആരാണെന്ന് വലിയ ഡിസ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സ്. സോ ഇവിടെ വന്നിട്ട് സോഡ് ഏജൻസ് ആണെന്നുണ്ടെങ്കിൽ വാണ്ട ക്രിയേറ്റ് ചെയ്ത റിയാലിറ്റിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാനായിട്ട് ഒരാളെ ഹെലികോപ്റ്ററിൽ പറഞ്ഞയച്ചിട്ടുണ്ട്. സോ അത് ആരാണെന്നുള്ളൊരു കാര്യം വഴി നമുക്കറിയാം.
സോ വാണ്ട വന്നിട്ട് ആ ഹെലികോപ്റ്റർ ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഗ്നസ് വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഡിസ്ട്രാക്ട് ചെയ്യും. അതിനുശേഷം ആഗ്നസ് ആണെന്ന് ഡോട്ടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഡോട്ടാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരാൾ. സോ ഡോട്ടി ഇംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിറ്റി നമുക്ക് എന്ത് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഡോട്ടിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവർ വന്നിട്ട് മീറ്റിംഗ് കൊണ്ട് അറ്റൻഡ് ചെയ്യും. ഇവിടെ വെച്ചിട്ട് വേണ്ട ഒരാളുമായിട്ട് കൂട്ടാകും. സോ ആരാണെന്ന് വെച്ചാൽ മോണിക്ക റാംബോ. സോ മോണിക്ക റാംബോ ഇവിടെ വന്നിട്ട് വേറൊരു പേരാണ് പറഞ്ഞത്, ജെറാൾഡി എന്ന് പറഞ്ഞിട്ട്. മോണിക്ക റാംബോണ് ഹെലികോപ്റ്റർ വാണ്ടയുടെ റിയാലിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. സോ വാണ്ടയുടെ റിയാലിറ്റി കാരണം ആ ഹെലികോപ്റ്റർ ചെറിയൊരു ഹെലികോപ്റ്ററായി മാറുന്നു. അതേസമയത്ത് തന്നെ മോണിക്ക റാംബോ എന്നുണ്ടെങ്കിൽ വേറൊരു ക്യാരക്ടറായിട്ട് മാറുന്നു. സോ വേറൊരു ക്യാരക്ടറായിട്ട് മാറുന്ന സമയത്ത് പാസ്റ്റ് ലൈഫ്, അതായത് മോണിക്ക റാംബോയുടെ പാസ്റ്റ് ലൈഫ് എല്ലാം തന്നെ അങ്ങ് മറന്നു പോവുകയും ചെയ്യുന്നു. അതേസമയത്ത് പുതിയൊരു ക്യാരക്ടറായിട്ട് അങ്ങ് മാറുകയും ചെയ്യുകയാണ് ഇവിടെ മോണിക്ക റാംബോ. സോ ഇവിടെ വെച്ചിട്ട് രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് അങ്ങ് മാറുന്നു. സോ ഇവിടെ വന്നിട്ട് മോണിക്ക റാംബോ ഈ ഒരു റിയാലിറ്റിയിൽ പെട്ടുപോയിട്ടുണ്ട്. സോ വാണ്ട എപ്പോഴേക്കാണോ റിയാലിറ്റി ചേഞ്ച് ചെയ്യുന്നത് ആ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ട ക്യാരക്ടേഴ്സ് എല്ലാവരും തന്നെ നമുക്ക് വീണ്ടും ആ ഒരു റിയാലിറ്റിയിൽ കാണാനായിട്ട് സാധിക്കും, വേറൊരു വേഷത്തിൽ, വേറൊരു ക്യാരക്ടർ നെയിമിൽ, അത്ര തന്നെ. സോ മോണിക്ക റാംബോ ഇവിടെ വാണ്ടയുടെ റിയാലിറ്റിയിൽ വന്നിട്ടുണ്ട്. ഈ സൈഡിൽ വിഷൻ എന്നുണ്ടെങ്കിൽ പബ്ലിക് ലൈബ്രറിയിലേക്ക് എത്തി. സോ അവിടെ വെച്ചിട്ട് കുറച്ച് പേരുമായിട്ടൊക്കെ വിഷൻ കൂട്ടാവുന്നു. സോ അവിടെ ഉള്ളവരൊക്കെ ചോദിക്കും എന്താണ് ആഹാരം കഴിക്കുന്നത്. ആ സമയത്ത് വിഷൻ പറയുന്നു ഞാൻ രാവിലെ വൈകിട്ട് മാത്രമേ ആഹാരം കഴിക്കാറുള്ളൂ, ഈ ഇടയ്ക്കൊന്നും സമയത്തൊന്നും ആഹാരം കഴിക്കാറില്ല എന്നുള്ള കാര്യം പറയുന്നു. ആ സമയത്ത് ഒരുത്തരാണെന്നുണ്ടെങ്കിൽ ബബിൾക്കും എടുത്തിട്ട് വിഷന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. സോ ബബിൾക്കത്തിന്റെ കളർ വന്നിട്ട് റെഡ് കളറാണ്. സോ റെഡ് കളർ മിക്കവാറും നമ്മുടെ വാണ്ടയുടെ പവറിനായിരിക്കും ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ശരി, ബബിൾക്കും അല്ല അത് ചവച്ചോണ്ടിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ബബിൾക്ക് എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് അടുത്തുള്ള ഒരുത്തരാണെന്നുണ്ടെങ്കിൽ മുതുകു തൂക്കി ഒറ്റ അടി വെച്ച് കൊടുത്തു, അറിയാതാണ് അടിച്ചത്. ആ സമയത്ത് ബബിൾക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വൈറ്റിലേക്ക് പോയി. സോ ബബിൾക്ക് എന്നിട്ട് മിഷനെ ഡാമേജ് ചെയ്യിപ്പിക്കുന്നത് ആനിമേഷൻ സ്റ്റൈലാണ് കാണിച്ചിരിക്കുന്നത്. അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. സോ വാണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് ഒരു റേഡിയോയിൽ സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നു. വാണ്ട നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നീ ആരാണ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് ഒരു സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നു. സോ ആരുടെ സൗണ്ടാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് മൂവിൽ കണ്ട FBI ഏജന്റ് ഇല്ലേ, സോ മിക്കവാറും അദ്ദേഹത്തിന്റെ സൗണ്ട് ആയിരിക്കാമെന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, വൈഡ് ഗസ് മാത്രമാണ്. സോ ആ സൗണ്ട് കണ്ടിട്ട് ഇങ്ങനെ വാണ്ട കേട്ടോണ്ടിരിക്കുന്നു. സോ വാണ്ട ഇങ്ങനെ വിചാരിക്കാനായിട്ട് തുടങ്ങി, ഓ ഇവർ വന്നിട്ട് എൻ്റെ റിയാലിറ്റി ബ്രേക്ക് ചെയ്തിട്ട് അകത്തോട്ട് എൻ്റർ ആകാനായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ വാണ്ട വന്നിട്ട് പവർ ഉപയോഗിച്ചിട്ട് ആ റേഡിയോ അങ്ങോട്ട് പൊട്ടിക്കുന്നു. സോ പവറിന്റെ എഫക്റ്റ് ആയിട്ടും ഡോട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് വന്നിട്ട് അതും പൊട്ടിച്ചെറിയിട്ട് ഡോട്ടിയുടെ കയ്യിൽ നിന്ന് രക്തം വരാനായിട്ട് തുടങ്ങി. അതിനു മുമ്പ് ഡോട്ടിയാണെന്നുണ്ടെങ്കിൽ വാണ്ട അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ആരാണെന്നുള്ളൊരു കാര്യം. സോ റിയാലിറ്റി ബ്രേക്ക് ചെയ്തിട്ട് സോഡ് ഏജൻസ് അകത്തോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ക്യാരക്ടറായിട്ടുള്ള ഡോട്ടിക്ക് വന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയിലോട്ട് വരാനായിട്ട് തുടങ്ങി. ആ റിയാലിറ്റി, അതായത് ഒറിജിനൽ റിയാലിറ്റി ഡോട്ടി ആരാണോ സോ ആ ഒരു കാര്യങ്ങളൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയിലോട്ട് വരാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ഡോട്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ആരാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. സോ വാണ്ടയ്ക്ക് വന്നിട്ട് രണ്ടുപേരെയും അഡ്ജസ്റ്റ് ചെയ്യണം. സോ അതുകൊണ്ട് വാണ്ട വന്നിട്ട് ഇവിടെ പവർ ഉപയോഗിച്ചിട്ട് റേഡിയം പൊട്ടിച്ചു. ആ പവറിന്റെ എഫക്റ്റോട് കൂടി തന്നെ ഡോട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് പൊട്ടിയിട്ട് ബ്ലഡ് വരാനായിട്ട് തുടങ്ങി. ഈ സൈഡിൽ വാണ്ടയാണെന്നുണ്ടെങ്കിൽ ഷോയിൽ മാജിക് കാണിക്കാനായിട്ട് കുറെ നേരം വേണ്ടി വിഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. സോ അവസാനം വിഷൻ വന്നത് ഒരു വെള്ളം അടിച്ച പോലെയാണ് വന്നിരിക്കുന്നത്. സോ വിഷൻ ഇങ്ങനെ മയങ്ങി തലകറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് വാണ്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. സോ വിഷന്റെ മൈൻഡിൽ വന്നിട്ട് ഇപ്പൊ വാണ്ട പറഞ്ഞ ഒരു കാര്യം തന്നെ ഓർമ്മയിൽ ഇല്ല. അതായത് മാജിക് കാണിക്കുന്ന സമയത്ത് നമ്മുടെ പവർ എന്താണെന്നുള്ളൊരു കാര്യം ഈ റിയാലിറ്റി ഉള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം വന്നിട്ട് വാണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് ഒരു കാര്യം തന്നെ ഇപ്പൊ വന്നിട്ട് വിഷന്റെ മൈൻഡിലില്ല. സോ വിഷൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിഷന്റെ പവേഴ്സ് ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് വന്നിട്ട് വിഷന്റെ പവർ അല്ല, അതുകൊണ്ട് മാജിക് ട്രിക്ക് ആണെന്നുള്ളൊരു കാര്യം വാണ്ട വന്നിട്ട് ഓരോ സമയത്ത് വാണ്ട മാജിക് ചെയ്തിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസ് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാർഡ് സീക്വൻസ് തന്നെയാണ്. കാരണം പോൾ ബത്തിന് വന്നിട്ട് ആ ഒരു സീക്വൻസിൽ പൊളിച്ചടിക്കുന്നതിനെ പറയണം. ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഡൗട്ട് വരാം, അതായത് വാണ്ട ക്രിയേറ്റ് ചെയ്ത ഈ ഒരു റിയാലിറ്റിയിൽ എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ വന്ന് ചേർന്നത് എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ വാണ്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റിയാലിറ്റി വന്നിട്ട് ഉള്ള സ്ഥലം വന്നിട്ട് വെസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സോ വെസ്റ്റ് വ്യൂവിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ വാണ്ടയുടെ റിയാലിറ്റിയിൽ പെട്ടുപോയിരിക്കണം. സോ പെട്ടുപോകുന്ന സമയത്ത് അവർക്ക് വന്നിട്ട് ഉണ്ടായിരുന്ന ബാക്ക് സ്റ്റോറി എല്ലാം തന്നെ മാഞ്ഞു പോയതിനു ശേഷം അവരൊരു പുതിയൊരു ക്യാരക്ടറായിട്ട് തന്നെ മാറുന്നു. സോ ഇതാണ് നമ്മുടെ സ്റ്റോറി, ഇതാണ് നമ്മുടെ ലൈഫ്, ഇത് നമുക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള സ്ഥിതിയിലേക്ക് ഇവർ മാറുകയാണ്. ഇവർ വന്നിട്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കണം നമ്മുടെ വാണ്ട. ഇവിടെ വെച്ചിട്ട് വേണ്ട വിഷന്റെ വയറ്റിൽ വേണം ബബിൾക്കും എടുത്തതിന് ശേഷം വിഷൻ അടുത്തങ്ങ് പറയുന്നു, ഓക്കെ വിഷൻ നമ്മൾ ഇവിടെ നിന്ന് പരിപാടി എല്ലാം തന്നെ കുളമാക്കിയിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാം എന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ആകുന്ന സമയത്ത് കറക്റ്റായിട്ട് ഞാൻ ഡോട്ടി വിളിച്ചിട്ട് നിങ്ങൾക്കാണ് ബെസ്റ്റ് കോമഡി പെർഫോമൻസ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് എടുത്ത് കൊടുക്കുന്നു. ഈ എപ്പിസോഡിലും ഒരു പരസ്യം കാണിച്ചായിരുന്നു, ഒരു വാച്ചിന്റെ പരസ്യം. ആ വാച്ചിലാണെന്നുള്ളത് സ്ട്രക്കർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. സോ സ്ട്രക്കർ ആരാ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, നമ്മുടെ വാണ്ടയും പീറ്ററിനെയും അതായത് ക്വിക്ക് സിൽവറിനെയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രക്കറാണ്. അതുമാത്രമല്ല അതിന്റെ തൊട്ട് താഴെയായിട്ട് ഹൈഡ്രയുടെ സിമ്പിളും കൂടിയുണ്ട്. സോ ഇത് റെഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രയുടെ ഏജന്റാണ് സ്ട്രക്കർ. സോ കറക്റ്റായിട്ട് രണ്ടും വന്നിട്ട് റെഫർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാണ്ട ക്രിയേറ്റ് ചെയ്ത ആളെ ചുമ്മാ വിടാൻ പറ്റുമോ, റെഫറൊക്കെ ചെയ്യണ്ടേ. സോ അതിനുശേഷം വാണ്ട വിഷയം വന്നിട്ട് വീട്ടിലേക്ക് പോയതിനു ശേഷം ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു. ആ സമയത്ത് വാണ്ടയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നടന്ന ഷോയുടെ ക്ലബിന്റെ പേര് വന്നിട്ട് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തു, ഫോർ ദ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട്. സോ പെട്ടെന്ന് തന്നെ വാണ്ടയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടൊക്കെ മാറുന്നു. സോ വിക്കിനും സ്പീഡും വരാനായിട്ട് പോവുകയാണ്. സോ ഇത് വന്നിട്ട് വിഷനും സംശയമുണ്ട്, അതേപോലെ തന്നെ വാണ്ടയ്ക്കും സംശയമുണ്ട്. സോ വാണ്ട ചോദിക്കുന്നു ഇത് വന്നിട്ട് സത്യത്തിൽ നടക്കുന്നതാണോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഷന് പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു. അതിൽ നേരത്തെ മരം ഉണ്ടാക്കിയില്ലായിരുന്നു. സോ ആ സൗണ്ട് വീണ്ടും കേൾക്കാനായിട്ട് തുടങ്ങി. വിഷൻ ആണെന്നുണ്ടെങ്കിൽ പറയണം മരത്തിനെ വേരോടെ വലിച്ചെറിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര
ദേഷ്യത്തിൽ വെളിയിലേക്ക് ഇറങ്ങി പോയതിനു ശേഷം വാണ്ടയും വിഷ്ണു അവിടെ കണ്ടത് ഒരാൾ ട്രെയിനിൽ ചെന്നിട്ട് അങ്ങ് വെളിയിലേക്ക് അങ്ങ് ഇറങ്ങി വരുന്നു. സോ വരുന്ന ആളുടെ ചുറ്റും വന്നിട്ട് ഈച്ചലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാരാണ് ചോദിക്കണമെന്നുണ്ട്. 2 ചാൻസസ് ഉണ്ട്. ഒന്നുമായിട്ട് മെഫിസ്റ്റോ ആയിരിക്കാം, ഇല്ലെങ്കിൽ സോഡ് ഏജന്റ് ആയിരിക്കാം. സോഡ് ഏജന്റ് ആണെന്നുള്ള ഒരു കാര്യം ഞാൻ 99% ഉറപ്പിച്ച് പറയുന്നു. കാരണം ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ബാക്കിൽ വന്നിട്ട് സോഡ് ഏജന്റിന്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഇത് വന്നിട്ട് വാണ്ട കണ്ട ഉടനെ തന്നെ നോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ടൈമിലൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് നേരത്തെ വാണ്ട ഒരു ഡയലോഗ് പറഞ്ഞില്ലായിരുന്നു, ഇത് വന്നിട്ട് സത്യത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു. സോ ആ ഒരു ടൈമിലേക്ക് വാണ്ട തിരിച്ചു പോകുന്നു. സോ ഇവിടെ വാണ്ട വീണ്ടും ആ ഡയലോഗ് പറയുന്നുണ്ട്, ഇത് സത്യത്തിൽ നടക്കുന്നുണ്ടോന്ന്. സോ ഇപ്രാവശ്യം വാണ്ട പറയുന്ന സമയത്ത് ഒരു വ്യത്യാസം അറിയാനായിട്ട് സാധിക്കും വാണ്ടയുടെ എക്സ്പ്രഷനിലും. വാണ്ടയ്ക്ക് ഒരു ടൈം റിവേഴ്സ് ചെയ്യുന്നതിന് മുമ്പായിരിക്കും എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളൊരു കാര്യം വാണ്ടയ്ക്ക് അറിയാം. പക്ഷെ എന്നാലും ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനും, അതായത് ഈ ഒരു റിയാലിറ്റിയിലുള്ള ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് ആർക്കും തന്നെ അറിഞ്ഞൂടാ. പക്ഷെ വാണ്ടയ്ക്ക് അറിയാം. അതാണ് വാണ്ടയുടെ പവർ. സോ വാണ്ട ഇവിടെ ടൈമിന് മാത്രമല്ല റിവൈൻഡ് ചെയ്തിരിക്കുന്നത്, എൻ്റെ റിയാലിറ്റിയെ മാറ്റിയിട്ടുണ്ട്. ആ ടൈം മാറ്റുന്നതിനോടൊപ്പം തന്നെ ആ റിയാലിറ്റി മുഴുവനും മാറിയിട്ടുണ്ട്. സോ 90s 70s വരുവാണ്. 50s 60s കഴിഞ്ഞിട്ട് 70s വരുവാണ്. സോ ഇവിടെ വെച്ചിട്ട് ഈശോ അങ്ങോട്ട് എപ്പിസോഡ് അങ്ങോട്ട് എൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് വന്നിട്ട് ഈ 2 എപ്പിസോഡിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ മറക്കത്തെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് മെസ്സേജ് ഇടുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലിങ്ക് വന്നിട്ട് തരാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോയിൽ തന്നെ നിങ്ങളുടെ മിക്ക ഡൗട്ട് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് എന്നെ എൻകറേജ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നീട് ഞാനും തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോട് കമ്പനി പറയുക. ബാക്കിയുള്ള താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു സൂൺ.